Dear students, so next we are going to discuss about the topic logical equivalence. ഇപ്പോൾ ലോജിക്കൽ ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ നടക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ലോജിക്കലി ഇക്വലൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂസ് സെയിം ആയിരിക്കണം. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു യെല്ലോ കളറുള്ള ബോക്സിൽ നിന്ന് നോക്കാം. ടു സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിമിറ്റീവ് ഓർ കോമ്പൗണ്ട് P and Q are said to be equivalent if their truth values are same and it is denoted by P equivalent to Q. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിമിറ്റീവ് ആവണമെന്നോ കോമ്പൗണ്ടിന് ആവണമെന്നോ നിർബന്ധമില്ല. പ്രിമിറ്റീവോ ആവാം അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ആവാം. ഈ രണ്ടെണ്ണം, അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ലോജിക്കലി ഈക്വലൻ്റ് അല്ലെങ്കിൽ വെറും ഈക്വലൻ്റ് എന്ന് പറയണമെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും ട്രൂത്ത് വാല്യൂസ് സെയിം ആയിരിക്കണം. ഇനി നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ പി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു, ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ഇതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി ഇക്വലൻ്റ് ടു ക്യൂ, അതായത് 3 ലൈൻസും വെച്ച് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ പി ഇക്വലൻ്റ് ടു ക്യൂ, ഈ രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ലോജിക്കൽ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കുക, രണ്ടിൻ്റെയും ട്രൂത്ത് വാല്യൂസ്, ലാസ്റ്റ് കോളം രണ്ടിൻ്റെയും വാല്യൂസ് സെയിം ആണെങ്കിൽ അത് ലോജിക്കലി ഈക്വലൻ്റ് ആണ്. എക്സാമ്പിളായിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നിരിക്കുക, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്ന് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റും പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റും നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ലോജിക്കൽ ഈക്വലൻ്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ ആദ്യം നമ്മൾ ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാം. ഇവിടെ എത്ര വേരിയബിൾസാണ് ഉള്ളത്? 2 വേരിയബിൾസ്. സോ വി ഹാവ് 4 റോസ് വരികയാണെങ്കിൽ പി ക്യൂ കംപ്ലീറ്റ് ചെയ്യാൻ അറിയാമല്ലോ. പി എന്ന് പറഞ്ഞ കോളത്തിൽ ഫസ്റ്റ് ടി ടി എഫ് എഫും ക്യൂ എന്ന് പറഞ്ഞ കോളത്തിൽ ടി എഫ് ടി എഫ്. ഇനി ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് വണ്ണ് കണ്ടുപിടിക്കാം, പി ഇംപ്ലൈസ് ക്യൂ. പി ഇംപ്ലൈസ് ക്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്? ഫസ്റ്റ് വണ്ണ് ട്രൂവും സെക്കൻഡ് വണ്ണ് ഫോൾസും ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ അത് എഴുതുക. അതായത് ടി ടി വന്നു കഴിഞ്ഞാൽ ട്രൂ, ടി എഫ് എഫ്, എഫ് ടി ട്രൂ, എഫ് എഫ് ട്രൂ. അപ്പോൾ അത് ആ ടേബിൾ വെച്ച് നമ്മളത് പി ഇംപ്ലൈസ് ക്യൂ കണ്ടുപിടിച്ചു. ഇത് ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി അടുത്ത് നോക്കുക. ഇനി അടുത്തതിൽ രണ്ടാമത്തതിൽ നോക്കിയേ, രണ്ടാമത്തിൽ നമുക്ക് നെഗേഷൻ പി ഓർ ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നെഗേഷൻ പി കണ്ടുപിടിക്കണം. നെഗേഷൻ പി എന്താ? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ടി എഫ് എഫ് ആ അല്ലേ? പി എന്ന് പറഞ്ഞാൽ ടി ടി എഫ് എഫ്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്തായിരിക്കും? അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എഫ് ടി ടി. ഓക്കെ അല്ലേ? എഫ് എഫ് ടി ടി. ഇനി എന്ത് ചെയ്യണം? നെഗേഷൻ പി ഓർ ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ഏതോ കോളാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഈ കോളവും കൺസിഡർ ചെയ്യണം, അതേപോലെ ക്യൂ എന്ന് പറഞ്ഞ കോളവും കൺസിഡർ ചെയ്യണം. ക്യൂ എന്ന് പറഞ്ഞ കോളം എന്താണ്? അതായത് നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഓർ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഫോൾസ് ആണെങ്കിൽ ഓർ പി ഓർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും, അതർവൈസ് ട്രൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, രണ്ടും ടി എഫ് വന്നാൽ എന്തായിരിക്കും? ട്രൂ. എഫ് ടി എഫ് എഫ് വന്നാൽ ഫോൾസ്. ടി ടി വന്നു കഴിഞ്ഞാൽ ടി, എഫ് ടി വന്നു കഴിഞ്ഞാൽ ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് എന്താ കിട്ടിയത്? ഈ നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എഫ് ടി ടി എന്ന് കിട്ടി, പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ ടി എഫ് ടി ടി എന്ന് കിട്ടി. അപ്പോൾ രണ്ടിൻ്റെ ട്രൂത്ത് വാല്യൂസ് സെയിം അല്ലേ? അതായത് ടി എഫ് ടി ടി, ടി എഫ് ടി ടി, അത് സെയിം ആയതുകൊണ്ട് ലോജിക്കലി ഈക്വലൻറ്റ്. ഇനി ഡിഫറെൻ്റ് ആണെങ്കിൽ എന്താ? ദേ ആർ നോട്ട് ലോജിക്കലി ഈക്വലൻറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, check P implies Q and Q implies P logically equivalent to P by conditional Q. അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഒന്ന് ഏതാണ്? P implies Q and Q implies P, ഈ വലിയ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ എന്താ? P by conditional Q എന്ന് പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ലോജിക്കലി ഈക്വലൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നോക്കിയേ, ഇവിടെ ആദ്യം നമ്മൾ എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ട് നോക്കുക. എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ആണുള്ളത്? 2, അതായത് പി ക്യൂ. അപ്പോൾ നമ്പർ ഓഫ് റോസ് പറഞ്ഞാൽ 2 സ്ക്വയർ ഈക്വൽ ടു 4. അപ്പോൾ ആദ്യം പി എന്ന് പറഞ്ഞ കോളവും ക്യൂ എന്ന് പറഞ്ഞ കോളവും ആദ്യം ഫില്ല് ചെയ്യുക. അത് ഓൾറെഡി അറിയാലോ, നമ്മൾ ഇത്രയും പ്രോബ്ലം ചെയ്തല്ലേ. ഇനി ഈ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടേബിൾ ആദ്യം കണ്ടുപിടിക്കുക. ആദ്യം നോക്കി ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ? ബ്രാക്കറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് ആരാളുള്ളത്? പി ഇംപ്ലൈസ് ക്യൂ. പിന്നെ ആരാളുള്ളത്? ക്യൂ ഇംപ്ലൈസ് പി. എന്നിട്ട് ഇവർ രണ്ടുപേരെ ആൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യം പി ഇംപ്ലൈസ് ക്യൂ കണ്ടുപിടിക്കാം. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് പി എന്ന് പറഞ്ഞ കോളം, ദെൻ ക്യൂ എന്ന് പറഞ്ഞ കോളം. അപ്പോൾ ടി ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇംപ്ലൈസിന് കണ്ടീഷൻ എന്താ? ഫസ്റ്റത്തെ ടി, രണ്ടാമത്തെ ഫോൾസ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഫോൾസ്. ക്ലിയർ ആണല്ലോ? ഇനി അപ്പോൾ എന്തായിരിക്കും? ടി ടി വന്നു കഴിഞ്ഞാൽ ട്രൂ, ടി എഫ് വന്നു കഴിഞ്ഞാലോ ആദ്യത്തെ ടി രണ്ടാമത്തെ എഫ് വന്നാൽ ഫോൾസ്, എഫ് ടി വന്നു കഴിഞ്ഞാൽ ട്രൂ,
എഫ് എഫ് വന്നാലും ട്രൂ. ക്ലിയർ ആണോ ഇത്? ഇനി അതേപോലെ ഇപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂ ഇംപ്ലൈസ് പി ആ. ക്യൂ ഇംപ്ലൈസ് പി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ആരെ നോക്കണം? ആദ്യം നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ കോളത്തെ കൺസിഡർ ചെയ്യണം, ദെൻ പി. അപ്പോൾ ആദ്യം ക്യൂ നോക്കണം, പിന്നെയാണ് എന്ത് പി നോക്കേണ്ടത്. അപ്പോൾ ആദ്യം ഗ്രീനിൽ മാർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ടി ടി. അപ്പോൾ അത് നോക്കി രണ്ടും ടി ആണെങ്കിൽ അതെന്തായിരിക്കും? രണ്ടും ടി ആണെങ്കിൽ ട്രൂ. ഇനി എഫ് ടി വന്നാലോ? ആദ്യത്തേത് എഫ് രണ്ടാമത്തെ ടി വന്നാൽ ട്രൂ. ഇനി ആദ്യത്തെ ടി രണ്ടാമത്തെ എഫ് വന്നാൽ ഫോൾസ്. എഫ് എഫ് വന്നാലും ട്രൂ. ഇപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ കൺസിഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക, മാറിപ്പോവരുത്. നിങ്ങൾ ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറഞ്ഞാലും ഫസ്റ്റ് പി നോക്കരുത്, ഫസ്റ്റ് ക്യൂ നോക്കുക, ദെൻ പി. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പി ദെൻ ക്യൂ. ഇനി ഇവർ രണ്ടുപേരെ, അതായത് ഈ പി ഇംപ്ലൈസ് ക്യൂനെ ക്യൂ ഇംപ്ലൈസ് പിനെ ആൻഡ് ചെയ്യണം. ആൻഡിൻ്റെ കണ്ടീഷൻ എന്താണ്? ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ, അതർവൈസ് ഫോൾസ്. അപ്പോൾ നോക്ക് രണ്ടും ട്രൂ ആണോ എന്ന്. രണ്ടും ട്രൂ ആണോ? അപ്പോൾ ട്രൂ. എഫ് ടിയോ? ഫോൾസ്. ടി എഫ് ഫോൾസ്. രണ്ടും ട്രൂ ആയതുകൊണ്ട് ട്രൂ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യണം, അതായത് പി ബൈ കണ്ടീഷണൽ ക്യൂ. പി ബൈ കണ്ടീഷണലിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? ബൈ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെയിം ആണെങ്കിൽ, പിയും ക്യൂവും സെയിം ആണെങ്കിൽ പി ബൈ കണ്ടീഷണൽ ക്യൂ എന്തായിരിക്കും? ട്രൂ. അപ്പോൾ നോക്കുക, പി ക്യൂ രണ്ടും സെയിം ആണ് നോക്കുക, ടി ടി രണ്ടും സെയിം അല്ലേ, അപ്പോൾ ട്രൂ. ടി എഫ് രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഫോൾസ്. എഫ് ടി രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഫോൾസ്. ഇനി എഫ് എഫ് രണ്ടും സെയിം ആയതുകൊണ്ട് ട്രൂ. അപ്പോൾ നോക്കിയാൽ നമ്മൾ രണ്ട് ഈ തന്നിരിക്കുന്ന രണ്ട് പ്രൊപ്പോസിഷൻ്റെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂസ് കണ്ടുപിടിച്ച്. ആദ്യത്തെ ഇത്രയും ഭാഗത്തിൻ്റെ ട്രൂത്ത് വാല്യൂ ആണ് ഇത്. ഇനി അടുത്തത് ഈ ഒരു തന്നിരിക്കുന്ന പി ബൈ കണ്ടീഷണൽ ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ ആണ് ഇത്. ഇത് രണ്ടും സെയിം ആണോ? ടി എഫ് എഫ് ടിയും ടി എഫ് എഫ് ടിയും സെയിം ആണോ? സെയിം ആണ് അല്ലേ? സെയിം ആയതുകൊണ്ട് എന്താ പറയുക, നമുക്ക് എന്ത് എഴുതാം? ദ ട്രൂത്ത് വാല്യൂസ് ആർ സെയിം, ദെർഫോർ ദീസ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ലോജിക്കലി ഈക്വലൻറ്റ്. ക്ലിയർ ആണോ? എല്ലാ കേസിലും ലോജിക്കലി ഈക്വലൻ്റ് ആവണം നിർബന്ധമല്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ലോസ് ഓഫ് ലോജിക്. ലോസ് ഓഫ് ലോജിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലോസ് പഠിക്കാനുണ്ട്. ഈ ലോസ് പഠിച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ ഫോർ എനി പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് പി ക്യു ആർ ആൻഡ് എനി ടോട്ടോളജി ടി നോട്ട് ആൻഡ് എനി കോൺട്രഡിക്ഷൻ എഫ് നോട്ട്. ഈ എഫ് നോട്ട് ടി നോട്ട് എന്ന് പറഞ്ഞാലും എഫ് ടി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ജസ്റ്റ് ടി നോട്ട് തന്നെ കൊടുക്കണമെന്നില്ല, ടി കൊടുക്കാം, ഏതെങ്കിലും കോൺട്രഡിക്ഷന് എഫ് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് വി ഹാവ് 3 പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് പി ക്യു ആർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഒരു 10 ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലോസ് ഓഫ് ഡബിൾ നെഗേഷൻ. ലോസ് ഓഫ് ഡബിൾ നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് നെഗേഷൻ പി. അപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്ത് ശ്രദ്ധിക്കുക, നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഇക്വലൻറ്റ് ടു പി. അപ്പോൾ നെഗേഷൻ ഓഫ് നെഗേഷൻ പി ആർക്ക് ഇക്വലൻ്റ് ആണ്? പി. അപ്പോൾ ഇനി നെഗേഷൻ ഓഫ് നെഗേഷൻ പി കണ്ടു കഴിഞ്ഞാൽ അവിടെ പിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ നമ്മൾ ഓൾറെഡി സെറ്റിൻ്റെ കേസിൽ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആണ് ഡി മോർഗൻസ് ലോ. അപ്പോൾ ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ലോജിക്കലി ഈക്വലൻറ്റ് ടു നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. അതായത് നെഗേഷനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നെഗേഷനെ ഉള്ളോട്ട് കൊടുക്കുന്ന സമയത്ത് ഉള്ളിലുള്ള ഓപ്പറേഷൻ നേരെ ചേഞ്ച് ആവും. ഓർ ആണെങ്കിൽ അത് ആൻഡ് ആവും, ആൻഡ് ആണെങ്കിൽ ഓർ ആവും. അപ്പോൾ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. ആൻഡ് വി ഹാവ് വൺ മോർ ഡി മോർഗൻസ് ലോ, ദാറ്റ് ഈസ് നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഈക്വലൻ ടു നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കമ്മ്യൂട്ടേറ്റീവ് ലോ സെയിം ആണ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 + 2 = 2 + 1. അതേപോലെ തന്നെ ഇവിടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് ഓർ ആണ്. അപ്പോൾ പി ഓർ ക്യൂ ആർക്ക് ഈക്വലൻ്റ് ആണ്? ക്യൂ ഓർ പി. അപ്പോൾ പി ഓർ ക്യൂ ഈസ് ഈക്വലൻറ്റ് ടു ക്യൂ ഓർ പി and P and Q is equivalent to Q and P. This is commutative law. And fourth one is associative law. Associative law means P or Q or R equivalent to P or Q or R. And one more associative law, P and Q and R equivalent to P and Q and R.
അതായത് ഒന്നുമില്ല, അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ബ്രാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വാല്യൂസ് സെയിം ആയിരിക്കും. അതായത് ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അഞ്ചാമത്തത്, ഫിഫ്ത്ത് വൺ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ ഇവിടെ, അപ്പോൾ ആ പേരിൽ തന്നെയല്ലേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആരെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് വൺ ഈസ് പി ഓർ ക്യൂ ആൻഡ് ആർ. അപ്പോൾ ഇവിടെ നമ്മൾ വി വാണ്ട് ടു യൂസ് ടു ഓപ്പറേഷൻസ്, ദാറ്റ് ഈസ് ഓർ ആൻഡ്. സോ പി ഓർ ക്യൂ ആൻഡ് ആർ മീൻസ് വി ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് പി ടു ക്യൂ ആൻഡ് ആർ, ദാറ്റ് ഈസ് പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ. അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പി ഓറിനെ നമ്മൾ ക്യൂ ആൻഡ് ആറിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആ ഒരു മീനിങ് മനസ്സിലാക്കിയാൽ മതി. ഇനി അതേപോലെ നമുക്കൊന്നുകൂടി ഉണ്ട്, പി ആൻഡ് ക്യൂ ഓർ ആർ. അപ്പോൾ ഇവിടെ നമ്മൾ ആരെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക പറഞ്ഞേ, പി ആൻഡിന്, അതായത് പീനെ നമുക്ക് ഉള്ളോട്ട് എടുക്കുന്ന സമയത്ത് പി ആൻഡ് ക്യൂ ഓർ പി ആൻഡ് ആർ. ഈ ഒരു ഫോമിലാണ് വരിക ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. സിക്സ്ത് വൺ ഈസ് ഐഡംപൊട്ടൻറ്റ് ലോ. ഐഡംപൊട്ടൻറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെയിം പ്രിമിറ്റീവ് എലമെൻറ്റിന് അതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് കിട്ടുക. അതായത് പി ഓർ പി എന്ന് പറഞ്ഞാൽ പി ഓർ പി ഈസ് ഈക്വലൻ ടു പി ആൻഡ് പി ഈക്വലൻ ടു പി. ദിസ് ഈസ് ഐഡംപൊട്ടൻറ്റ് ലോ. ആൻഡ് ഐഡൻറ്റിറ്റി ലോ മീൻസ് പി ഓർ എഫ് ഈസ് ഈക്വലൻ ടു പി ആൻഡ് ടി ഈസ് ഈക്വലൻ ടു പി. ഇവിടെ എഫ് നോട്ട് പി നോട്ട് എന്ന് പറഞ്ഞാൽ എഫ് ടി എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. ജസ്റ്റ് അത് നൊട്ടേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് എന്നേ ഉള്ളൂ. ആർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. സോ പി ഓർ എഫ് എന്ന് പറഞ്ഞാൽ പി ആൻഡ് ടി എന്ന് പറഞ്ഞാൽ പി. ദിസ് ഈസ് ഐഡൻറ്റിറ്റി ലോ. സോ പി ഓർ എഫ് ഈസ് ഈക്വലൻ ടു പി ആൻഡ് ടി ഈസ് ഈക്വലൻ ടു പി. സോ എയ്ത്ത് വൺ ഈസ് ഇൻവേഴ്സ് ലോ. ഇൻവേഴ്സ് ലോ മീൻസ് പി ഓർ നെഗേഷൻ പി ഈസ് ഈക്വലൻ ടു ടി ആൻഡ് പി ആൻഡ് നെഗേഷൻ പി ഈസ് ഈക്വലൻ ടു എഫ്. ആൻഡ് അതായത് പി ഓർ നെഗേഷൻ പിയും നെഗേഷൻ പിയും കൂടി ഓർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആവും. പി ആൻഡ് നെഗേഷൻ പി, അതായത് പിയും നെഗേഷൻ പിയും കൂടി ആൻഡ് ചെയ്താൽ ഫോൾസ് ആവും. ഇതാണ് ഇൻവേഴ്സ് ലോ. അപ്പോൾ പീൻ്റെ ഇൻവേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് നെഗേഷൻ പി, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി അടുത്തത് നയൻത്ത് വൺ ഈസ് ഡോമിനേഷൻ ലോ. ഡോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, അവിടെ ആരോ ഒരാൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പി ഓർ ടി നോട്ട് ഈസ് ഈക്വലൻ ടു ടി. ഹിയർ വി ആർ ഡോമിനേറ്റിംഗ് ടി and P and F is equivalent to F. So here is dominating F. അപ്പോൾ പി ഓർ ടി നോട്ടിലോട്ട് ഈക്വലാണ്. പി ഓർ ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ അവിടെ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഈ ലോസ് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ലോ. അബ്സോർപ്ഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അബ്സോർബ് ചെയ്യുക, ആരും ഒരാൾ നമ്മൾ അബ്സോർബ് ചെയ്യുക, ആ മീനിങ്. വി ആർ അബ്സോർബിങ് സം സ്റ്റേറ്റ്മെൻറ്റ്. So absorption law means P or P and Q is equivalent to P. P or P and Q is equivalent to P and P or Q is equivalent to P. അതായത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അതായത് ഈ 10 ലോസ് എന്തായാലും പഠിച്ചു വെക്കുക. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചെണ്ണം കൂടി പഠിക്കാനുണ്ട്. ഇത് മുഴുവനൊന്നും പഠിക്കേണ്ട, ഞാൻ ജസ്റ്റ് എഴുതിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഇക്വലൻസ് ഇൻവോൾവിങ് കണ്ടീഷനിൽ P implies Q എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വലാണ്, നെഗേഷൻ P or Q. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ P implies Q എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് എഴുതണം, നെഗേഷൻ P or Q. ഇനി P implies Qനെ എങ്ങനെ എഴുതാം, നെഗേഷൻ P implies നെഗേഷൻ Q implies നെഗേഷൻ P, അങ്ങനെ എഴുതാം കേട്ടോ. ഇനി P or Qനെ എങ്ങനെ എഴുതാം, നെഗേഷൻ P implies. അതൊന്നും വേണ്ട, ഈ രണ്ടെണ്ണം നോക്കി വെക്കുക. ഇത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. പറ്റുവാണെങ്കിൽ കംപ്ലീറ്റ് പഠിക്കുക, ഇല്ലെങ്കിൽ 10 എണ്ണം, പിന്നെ ഈ പ്ലസ് 2 എണ്ണം, പിന്നെ അതേപോലെ ഈ P ബൈ കണ്ടീഷണൽ Q എന്ന് പറഞ്ഞാൽ P implies Q ആൻഡ് Q implies P. ഇതും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇത്ര 10, 12, 13 ലോസ് ഒന്ന് പഠിച്ചു വെക്കുക. ഇത് ബൈ ഹാർട്ട് ആക്കി ഇങ്ങനെ വെക്കുക, അത്രയും എഴുതി പഠിക്കുക. ഇത് മൈൻഡിലോട്ട് എന്തായാലും വരണം. ഈ ലോസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. സീരീസിനുണ്ടായിരിക്കും, അതേപോലെ നമുക്ക് സെം എക്സാമിനുണ്ടായിരിക്കും, മൊഡ്യൂൾ 2 അതിന് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അത് എളുപ്പമാണ്, ജസ്റ്റ് അത് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത പ്രോബ്ലംസ് ചെയ്യാം. ബിഫോർ ദാറ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ലോസ് ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ two proposition A and A star are said to be dual of each other if their one can be obtained from another by replacing or by and by or T by F by T.
ഒന്നുമില്ല, ജസ്റ്റ് രണ്ട് പ്രൊപ്പോസിഷൻ അത് ഡുവലാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി. ഓർ വരികയാണെങ്കിൽ അവിടെ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെക്കൻഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് വരുന്ന കേസിൽ ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടീൻ്റെ സ്ഥാനത്ത് എഫ്, എഫിൻ്റെ സ്ഥാനത്ത് ടി. അപ്പോൾ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി നോക്കുക, ഇഫ് എ ഈസ് ഈക്വലൻ ടു ബി, ഇഫ് എ ഈസ് ഈക്വലൻ ടു ബി ദെൻ എ സ്റ്റാർ ഈസ് ഈക്വലൻ ടു ബി സ്റ്റാർ. അതായത് എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഡുവലാണ് കേട്ടോ. എൻ്റെ ഡുവലാണ്. ദ ഡുവൽ ഓഫ് എ ഈസ് എ സ്റ്റാർ ആൻഡ് ദ ഡുവൽ ഓഫ് ബി ഈസ് ബി സ്റ്റാർ. ഇഫ് എസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദെൻ ദ ഡുവൽ ഓഫ് എസ് ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ എസ് റേസ് ടു ഡി. അതായത് ഡുവലിന് ഡിനോട്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് എസ് ഈസ് ഇക്വലൻ ടു, ഇഫ് എസ് ഈസ് ഇക്വലൻ ടു ടി ദെൻ എസ് റേസ് ടു ഡി ഈസ് ഇക്വലൻ ടു ടി റേസ് ടു ഡി. സിമിലർ തന്നെ, ജസ്റ്റ് രണ്ട് ആ ഒരു നൊട്ടേഷൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് എഴുതിയാലോ, ഡുവൽ എഴുതിയാലോ. റൈറ്റ് ദ ഡുവൽ ഓഫ് പി ഓർ ക്യൂ ആൻഡ് ആർ. പി ഓർ ക്യൂ ആൻഡ് ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡുവൽ എന്തായിരിക്കും? ഓറിൻ്റെ സ്ഥാനത്ത് ആൻഡ് കൊടുക്കണം, ആൻഡിൻ്റെ സ്ഥാനത്ത് ഓർ കൊടുക്കുക. അപ്പോൾ ഡുവൽ എന്തായിരിക്കും? പി ആൻഡ് ക്യൂ ഓർ ആർ. ഈസി അല്ലേ? ഇനി അടുത്ത് എവിടെ നോക്കിയേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. പി ആൻഡ് ക്യൂ ഓർ ടി. പി ആൻഡ് ക്യൂ ഓർ ടി എന്ന് പറഞ്ഞാൽ ആൻഡിൻ്റെ സ്ഥാനത്ത് ഓർ കൊടുക്കണം, ഓറിൻ്റെ സ്ഥാനത്ത് ആൻഡ് കൊടുക്കണം. ഇനി ടിയോ എഫോ ഉണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും ഇവിടെ? പി ഓർ ക്യൂ ആൻഡ് ടീൻ്റെ സ്ഥാനത്ത് എഫ്. എളുപ്പം അല്ലേ? ഇനി അടുത്തത് പി ആൻഡ് നെഗേഷൻ ക്യൂ ഓർ ആർ ആൻഡ് ടി. അപ്പോൾ നമുക്ക് പി ആൻഡിൻ്റെ സ്ഥാനത്ത് ഓർ കൊടുക്കുക, നെഗേഷൻ ക്യൂ. ഇനി അടുത്ത ഓറിൻ്റെ സ്ഥാനത്ത് ആൻഡ് കൊടുത്ത്, ഇനി ആർ ആൻഡിൻ്റെ സ്ഥാനത്ത് ഓർ, ടീൻ്റെ സ്ഥാനത്ത് ടി നോട്ട് ആണെങ്കിൽ എഫ് നോട്ട്. ഓക്കെ ആണല്ലോ? ഇതാണ് ഡുവൽ. ഇനി നെക്സ്റ്റ് കോൺവേഴ്സ്, ഇൻവേഴ്സ് ആൻഡ് കോൺട്രാപോസിറ്റീവ്. കോൺവേഴ്സ്, ഇൻവേഴ്സ് ആൻഡ് കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ജസ്റ്റ് വി വാണ്ട് ടു കൺസിഡർ ദി ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പി ഇംപ്ലൈസ് ക്യൂ. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ദെൻ. അവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന വേർഡാണ് ഇഫ് ദെൻ. അപ്പോൾ കോൺവേഴ്സ് ഓഫ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഇംപ്ലൈസ് പി, ആൻഡ് ദ ഇൻവേഴ്സ് ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ, ആൻഡ് ദ കോൺട്രാപോസിറ്റീവ് ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? അതായത് പി ഇംപ്ലൈസ് ക്യൂ നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് തന്നു. ചില ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പി ക്യൂ എന്ന് പറഞ്ഞ് തരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഇംപ്ലിക്കേഷൻ ഫോമിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് ഇഫ് പി ദെൻ ക്യൂ, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് പി ക്യൂ തന്നു, നമ്മളോട് ചോദിച്ചത് ഇംപ്ലിക്കേഷൻ റൈറ്റ് ചെയ്യണം, കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ്. അതായത് കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ജെഫ് ഈസ് കൺസേൺഡ് അബൌട്ട് ഹിസ് കൊളസ്ട്രോൾ ലെവൽ, ആൻഡ് ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ജെഫ് വാക്സ് അറ്റ്ലീസ്റ്റ് 2 miles 3 times a week. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ, ഇതാണ് ഇംപ്ലിക്കേഷൻ. അപ്പോൾ ഇഫ് പി ദെൻ ക്യൂ എന്ന് പറഞ്ഞ ഫോമിൽ എഴുതണം. ഇഫ് പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ജെഫ് ഈസ് കൺസേൺഡ് അബൌട്ട് ഹിസ് കൊളസ്ട്രോൾ ലെവൽ, ദെൻ ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ജെഫ് വാക്സ് അറ്റ്ലീസ്റ്റ് 2 miles 3 times a week. അപ്പം നമുക്ക് എന്തെഴുതാം? ദെൻ ഹി വിൽ വാക്സ് അറ്റ്ലീസ്റ്റ് 2 miles 3 times a week. ഇതാണ് എന്ത്? ഇംപ്ലിക്കേഷൻ. ഇനി കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺവേഴ്സ് ക്യൂ ഇംപ്ലൈസ് പി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഇഫ് ക്യൂ ദെൻ പി. അപ്പോൾ ഇഫ് ക്യൂ ദെൻ പി എന്ന് എഴുതണം. ഇഫ് ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ജെഫ് വാക്സ് അറ്റ്ലീസ്റ്റ് 2 miles 3 times a week. അപ്പോൾ ഇഫ് ജെഫ് വാക്സ് അറ്റ്ലീസ്റ്റ് 2 miles 3 times a week, then he is concerned about his cholesterol level. ക്ലിയർ ആണല്ലോ? ഇനി ഇൻവേഴ്സ് എന്താണ്? ഇൻവേഴ്സ് പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. അപ്പോൾ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നോട്ട് യൂസ് ചെയ്ത് നെഗറ്റീവ് ആക്കുക. അപ്പോൾ നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണ്ടേ? ഇഫ് നെഗേഷൻ പി ദെൻ നെഗേഷൻ ക്യൂ. അതായത് ഇഫ് നെഗേഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ജെഫ് ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ഹിസ് കൊളസ്ട്രോൾ ലെവൽ, നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ജെഫ് ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ഹിസ് കൊളസ്ട്രോൾ ലെവൽ, ദെൻ നെഗേഷൻ ക്യൂ ആണ് വേണ്ടത്. അപ്പോൾ നെഗേഷൻ ക്യൂ എന്തായിരിക്കും? ദെൻ ഹി വിൽ നോട്ട് വാക്സ് അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ ദെൻ ഹി വിൽ നോട്ട് വാക്സ് 2 miles 3 times a week. ഇനി കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്താ? നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അപ്പോൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എങ്ങനെ എഴുതുക? ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി.
അപ്പോൾ ഇഫ് നെഗേഷൻ ക്യൂ എന്താണ്? ഇഫ് ജെഫ് ഡസ് നോട്ട് വാക്സ് 2 miles 3 times a week then he is not concerned about his cholesterol level. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ കൂടെ ഒരു ട്രൂത്ത് വാല്യൂസും കൂടി ഫൈൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതെങ്കിലും ഫൈൻഡ് ദ ട്രൂത്ത് വാല്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ നോക്കുക, ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ നോക്കുക. പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ പിന്നെ ട്രൂത്ത് ടേബിൾ നമ്മൾ പഠിച്ചാണ്. ടി എഫ് വരികയാണെങ്കിൽ മാത്രമേ എഫ് വരൂ. ആദ്യത്തെ ട്രൂ, if first one is true and second one is false then P implies Q is false, otherwise true. സോ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അതിൻ്റെ ട്രൂത്ത് വാല്യൂസ് അങ്ങ് എഴുതാം. ഇനി നമുക്ക് ലോസ് ഓഫ് ലോജിക് വെച്ച് എങ്ങനെ പ്രൂവ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കുക. ഇതുവരെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കുക. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ലോജിക്കൽ ഇക്വലൻസ് പഠിച്ചു. പിന്നെ നമുക്ക് ലോസ് ഓഫ് ലോജിക്കിൽ മൊത്തം ഒരു 13 പ്രോപ്പർട്ടീസ് ഒന്ന് ബൈ ഹാർട്ടാക്കി വെക്കുക. പറ്റുകയാണെങ്കിൽ ഇതൊക്കെ ബാക്കിയൊക്കെ നോക്കുക, അങ്ങനെയാണെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെ ലോസ് ഓഫ് ഡ്യുവാലിറ്റി പഠിച്ചു, കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ താങ്ക് യു.